ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റൈസാണ്. ഇതിന് മുന്നേ ഞാനൊരു മസാല റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും വേറൊരു റൈസാണ്, സാഫ്രോൺ റൈസ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് കഴുകി വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയതാണെങ്കിൽ 2 എടുത്താലും മതി. ഇനി വേണ്ടതാണ് നമ്മൾ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സാഫ്രോൺ. അപ്പോൾ സാഫ്രോൺ ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. നിങ്ങളിത് കുറച്ച് നേരം ഒരു വെയിലത്ത് വെക്കണം കേട്ടോ. നല്ല വെയിലിൽ വെക്കുക. കാരണം നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 10 മിനിറ്റ് നേരം നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒരു 50 ഗ്രാം മതി കേട്ടോ. ഇതിപ്പം ഒരു 100 ഗ്രാമിൻ്റെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സാൾട്ടഡോ അൺസാൾട്ടഡോ ഏത് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സാൾട്ടഡ് ആകുമ്പം നമ്മൾ പിന്നെ റൈസിൽ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്യണമെന്നുള്ളൂ. ഇനി നമുക്ക് പൊട്ടറ്റോ നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അധികം കട്ട് കുറഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ച് കട്ട് വേണം, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം നല്ല തിന്നായിട്ട് ഇത് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് കട്ട് ചെയ്യില്ല, ഒരു ഒത്തിരി നിങ്ങളിതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കുറച്ചൊരു കട്ടിയിൽ വേണം അരിയാൻ. ഇനി നമ്മളിത് റൈസ് നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം വെച്ച് വറ്റിക്കുന്നല്ല കേട്ടോ ചെയ്യുന്നത്. ഇത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് പിന്നെ അരി വെന്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഊറ്റി കളയുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, നമ്മൾ റൈസ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ റൈസ് അതിന് ശേഷം ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നാവില്ല. അതുകൊണ്ട് വെള്ളം തിളച്ച് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വേവിൽ നമ്മൾ എടുത്തിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു ഡ്രെയിനറിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. നിങ്ങൾ കുറച്ചും കൂടെ പരന്ന പാത്രമാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. കാരണം നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് പരന്നതാണ് നല്ലത്. ഞാനിപ്പോൾ അത്ര പരന്ന പാത്രമല്ല എടുത്തത്. നിങ്ങളെടുത്ത് പരന്ന പാത്രമുണ്ട്, അതാണ് നല്ലത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബട്ടർ ഇങ്ങനെ വെക്കാം. ബട്ടർ നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങനെ ഇട്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ പൊട്ടറ്റോ ഇല്ലേ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റൗണ്ടിൽ അരിഞ്ഞിരിക്കുന്ന പൊട്ടറ്റോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പരന്ന പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുന്നത്. എല്ലാ പൊട്ടറ്റോവും ഇങ്ങനെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുക ബട്ടറിൻ്റെ മുകളിലേക്ക്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ. ഇല്ലെങ്കിൽ പൊട്ടറ്റോ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല സിമ്മിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പം 50 ഗ്രാം പറഞ്ഞല്ലോ, അതിൻ്റെ പകുതി മാത്രമാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി പകുതി നമ്മൾ പിന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതി മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ പൊട്ടറ്റോ നിരത്തി വെക്കുക. ഇനി നമ്മളിതൊരു 1 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. സിമ്മിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ പകുതി വേവിൽ മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ ഇടണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ബട്ടറില്ലേ, അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട്, മുഴുവൻ ഇടാനായിട്ടില്ല, കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഫില്ലാവുന്ന പോലെ ഇങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ബട്ടറും കൂടെ നിരത്തി വെച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ എടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇത്തിരി ഒരു ഹോൾ പോലെ ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മൾ ആ സ്റ്റീം മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു 3-4 സ്ഥലത്ത് ഇങ്ങനെ സ്പൂണിനെ കൊണ്ടൊരു ഹോള് പോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി റൈസ് വേവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സാഫ്രണില്ലേ, അത് കണ്ടില്ലേ, ഞാനിപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തതാണ്.
എന്നിട്ട് നമുക്കതിലൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 സ്പൂൺ മതി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ സാഫ്രോണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു നല്ല ഡാർക്ക് യെല്ലോ കളറായിട്ടാണ് വേണ്ടത് കേട്ടോ. ഭയങ്കര റെഡ് കളറാണ് വരുന്നതെങ്കിൽ അത് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നല്ല ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഡാർക്ക് ഓറഞ്ച് കളറായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി. കണ്ടില്ലേ, ഞാനിപ്പോൾ റൈസ് അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നല്ല പാകത്തിന് നമ്മളെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്തുനിന്ന് കുറച്ച് റൈസ് മാറ്റിയിട്ട് ഒരു 3-4 സ്പൂൺ റൈസ് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ടുള്ള സാഫ്രൺ ഇല്ലേ, അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടല്ലോ, ആ സാഫ്രൺ എടുത്ത് വെച്ചത് മുഴുവനായിട്ടും ആ ബാക്കിയുള്ള റൈസിലേക്ക് ഒഴിച്ചിട്ട് അതാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ റൈസും ആ സാഫ്രനും കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ളൊരു കളറിലേക്ക് ഇതാ കണ്ടോല്ലേ, ആ റൈസ് മാറിയിട്ടുണ്ട്. നല്ല നല്ല യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവിങ് ബൗളിലേക്ക് നമ്മൾ അതിന് ബാക്കിയുള്ള റൈസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. പൊട്ടറ്റോ എടുക്കരുത് കേട്ടോ. പൊട്ടറ്റോ അവിടെ വെച്ചിട്ട് റൈസ് മാത്രം വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പം സാഫ്രോൺ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് റൈസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടറ്റോ എടുക്കുന്നത്. ആ ഓരോ പൊട്ടറ്റോ എടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ട് പൊട്ടറ്റോ കിടക്കുന്നുണ്ടല്ലേ, അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയായിട്ടല്ലേ കാണാൻ. ഇതുപോലെ നമുക്ക് പൊട്ടറ്റോ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സിമ്മിലിടണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ കരിഞ്ഞു പോകും. പക്ഷേ ഇതുപോലെ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് വേണം. തീരെ ഡാർക്ക് കളർ ആവാതെ ഇരിക്കാനും പാടില്ല. ഇതുപോലെ ഒരു മീഡിയം കളറിൽ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല അടിപൊളി സാഫ്രൻ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ റൈസിൽ വരുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു സ്പൈസസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ മസാല റൈസ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്പൈസസ് ആഡ് ചെയ്യുന്നില്ലേ, ഇതിനകത്ത് അതൊന്നും ചെയ്യുന്നില്ല. ആകെ ഇതിൽ വരുന്ന ഫ്ലേവർ ഈ പൊട്ടറ്റോയുടെ ഫ്ലേവർ വരും, പിന്നെ സാഫ്രോണിൻ്റെ ഫ്ലേവർ വരും, പിന്നെ ബട്ടറിൻ്റെ. അപ്പോൾ ഇത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ സാഫ്രൻ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാനൊരിക്കൽ കൂടി പറയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.